മൈ ഗൈസ്, നമ്മളിപ്പോൾ എറണാകുളത്താട്ടോ. നമ്മൾ ഇന്ന് എവിടേക്കാ പോകുന്നത്? നമ്മൾ ഗവിക്ക് പോവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഗവിക്ക് വന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ കൊടൈക്കനാലിക്ക് പോവുക ചെയ്ത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും പോകും. കാരണം അതിന് വേണ്ടി ഞങ്ങൾ നേരത്തെ വന്നു. ഇപ്പൊ എത്ര മണിയാണെന്ന്? ഇപ്പൊ 7 മണി ആയിക്കണം. വൈകുന്നേരം 7 മണി ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിക്കണം. ഇനി ഇവിടുന്ന് ബസ് കയറും. ഇന്ന് ആരെ കൊന്നിട്ടായാലും നമ്മളിന്ന് ഗവി പോകും. അത്രേ ഉള്ളൂ. ഇനി കൊന്നിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പോലീസുകാർ പോയിരുന്നു. ഇനി ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സൗത്ത് ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോൾ ട്രെയിനിനാണ് എറണാകുളം വരെ വന്നത്. നമുക്ക് ഏകദേശം എനിക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിനിന് വന്നത് 75 റുപ്യാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നമ്മളെ ട്രാവൽ എക്സ്പെൻസ് ഫുള്ള് ഇടുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് ഇനി ബസ്സിൽ കുമിളി പോകണം. കുമിളിയിൽ നിന്നാണ് നമുക്ക് രാവിലെ ഗവിക്കുള്ള ബസ്. അപ്പൊ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത്. KSRTC ഉണ്ട് മാർക്കട്ടെ. നമുക്ക് ഇതിപ്പോ 7 മണിക്കാണ് ഈ ബസ്. ഇത് കഴിഞ്ഞാൽ ഇനി 10 മണിക്കുള്ളൂ എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൽ കയറി വെക്കാം ഗൈസ്. നമ്മളപ്പോ അങ്ങനെ ഒരു 1:30 ആയപ്പോ നമ്മൾ ഇവിടെ കുമിളി ബസ് സ്റ്റാൻഡിൽ എത്തിക്കണ്. എന്താ ബസ്സിൽ പിന്നെ KSRTC ആയതുകൊണ്ട് മനുഷ്യന്മാരൊന്നും ഉണ്ടാകുന്നില്ല. നല്ലൊരു കടത്തം കടന്നപ്പോൾ ഇതിന് ഇവിടെ എത്തി. പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു പീടിക കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ ഒരു 1:30 ആയിക്കണം. ഇനി രാവിലെ 6 മണി 6:30 ആയിട്ടാണ് ബസ് പോകുന്നത്. അടുത്ത ബസ് ഗവിക്കുള്ള ബസ്. അപ്പൊ അതുവരെ ഇവിടെ ഇരിക്കണം. എനിക്കാണെങ്കിൽ അവിടെ കടന്നു കണ്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അയലോക്കത്തിലൊരു പീടിയ പോയിട്ട് ഓരോ ചായയും പോണ്ടി കുടിച്ചു. ഇവിടെ ഈ നേരത്തും ചായക്കടി സെറ്റപ്പ് ഉണ്ട്. പിന്നെ രാത്രിക്ക് ഒരു ഭംഗി ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ നല്ല തണുപ്പ്. എത്ര ഇരുന്നിട്ട് സമയം പോണില്ല. പിന്നെ ഞാൻ കൂടി കുറെ നേരം നടന്നു. എന്റെ ഒപ്പം വന്നവനാണെങ്കിൽ പോത്ത് പോലെ കടന്നു. മുഖം നേരം ആയിക്കണേ, ഓനെ നീപ്പിച്ചു. പിന്നെ കുറച്ച് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ കുറെ നേരം ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കണു. 5:30 വരും പറഞ്ഞ ബസ് ഇതുവരെ വന്നിട്ടില്ല. സമയം നോക്കാൻ വാച്ച് വർക്കാവൂല. 5:30 വരും പറഞ്ഞ ബസ് ഇതുവരെ വന്നിട്ടില്ല. എന്താ വരുമെന്നാവോ? പ്രാവശ്യം എന്തായാലും പോകും. നടന്നിട്ടായാലും നമ്മൾ പോകൂലേ? അപ്പോ 6:20 ആയപ്പോ രാത്രി 11 മണിക്ക് എറണാകുളത്ത് നിർത്ത വണ്ടി ഇങ്ങോട്ട് വന്നു. ഇതിൽ പോന്നാൽ മതി, ഇന്ന് എത്ര പോസ്റ്റ് ആവില്ല. അങ്ങനെ നമ്മളെ ബസ് വന്നു. 6:30 തന്നെ വണ്ടി എടുത്തു. ഒരാൾക്ക് ടിക്കറ്റിന് വന്നു 133 റുപ്യ. നമുക്കങ്ങനെ പോയേക്കാം. നമ്മളെ കണ്ടക്ടറെ ഇങ്ങിട്ട് വണ്ടിക്കുള്ള പെർമിറ്റ് എടുത്തു. നമ്മളെ വണ്ടിയോട് പോരാൻ പറ്റും. പക്ഷെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ഞാനൊരൊറ്റ വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഗൈസ് പോണതിന്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് എടുത്തിക്കാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയൂല. ഇവിടെ എന്തൊക്കെ ഉണ്ട്, പച്ചപ്പും പച്ചതാപ്പൊക്കെ ഉണ്ട്. സംഭവം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഗൈസ് എനിക്ക് മടിയാവുണ്ട് കേട്ടോ. വർത്താനം പറയാൻ ആൾക്കാരുണ്ടായതുകൊണ്ട് ഗൈസ് മടിയൊന്നും വേണ്ട. നമ്മൾ സെലിബ്രിറ്റി അല്ലേ. ഗൈസ് മൂടാട്ടോ. കാരണം എന്താ വെച്ചാൽ ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിക്കുമ്പോൾ ആ മോർണിംഗ് ലൈറ്റേ നല്ലൊരു വൈബ് ഉണ്ട്. വണ്ടിയിൽ ഫുള്ള് മലയാളീസാണ്. ഫുള്ള് ഈ ഗവി കാണാനായിട്ടൊന്നും അല്ലാണ്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാരെ ഇല്ല. ഇവിടെ വർക്ക് ചെയ്യണ 2-3 ആൾക്കാരായിട്ടേ ഉള്ളൂ. വണ്ടിയിൽ പോകുമ്പോൾ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഞാൻ മെല്ലെ ഹുഡീസ് അങ്ങോട്ട് എടുത്തിട്ടു. അപ്പൊ നമ്മൾ കൊച്ചുപമ്പാറിന്റെ സ്ഥലത്ത് നമ്മൾ എന്താണ് KSEBിന്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പൊ അവിടെ നിർത്തിക്കാണ്. ചായ അടിക്കാനാണ് തോന്നുന്നു. എന്തെങ്കിലും നമുക്ക് പോയേക്കാം. കഴിക്കാനാണോ? കാപ്പിടിക്കുന്നുണ്ടോ? ഇവിടെ ആകെ ഇഡ്ഡലി തന്നെ ഉള്ളൂ. പിന്നെ അത് തിന്നാനൊരു മൂടില്ല. അപ്പോൾ എന്തായാലും വന്നാലും ചായ പിടിക്കാൻ വിചാരിച്ചു. ചായ വലിയ രസമല്ല കേട്ടോ. ഉള്ളത് പറയാലോ, വലിയ രസമല്ല. കുറ്റം പറയാറില്ല, വലിയ മെച്ചമല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല കച്ചറകളൊക്കെ ഉണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ പറയാനുണ്ട്. ഞാൻ അതുപോലെ ഒന്ന് മെയിനാൻ വേണ്ടിയിട്ട് പറയാട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, അതായത് എനിക്കെന്താ പറയുക വെച്ചാലേ ഈ ഹൈപ്പിനുള്ള ഇതില്ല. രസമാണ്. ഒരു രാവിലെ ഇങ്ങനെ വന്നിങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. അല്ലാതെ കൂടുതൽ ഹൈപ്പ് കൊടുത്തിട്ട് നമ്മളെ പോലെ വരരുത്. അപ്പോൾ മൂഞ്ചി പോകും. അത്രേ ഉള്ളൂ പറയാനുള്ളത്. കാട്ടുപന്നിയാണ് ഇവിടെ മൂത്രയിക്കണോടത്ത് 2 കാട്ടുപന്നി. ഇനി നമ്മൾ പത്തനംതിട്ടയിൽ തിരിച്ചു വരുന്ന കുമിളിക്കുള്ള ബസ്സിൽ കുമിളിക്ക് തിരിച്ചു പോകും. നമ്മൾ വന്നിരുന്ന ബസ്സാണ് ആ പോകുന്നത്. ബസ് ഇങ്ങനെ പോണ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിർത്തി. ഇവിടെ നല്ല ഫ്രഷ് ആനപ്പിണ്ടാണെങ്കിൽ ആനപ്പിണ്ട ഫ്രഷ് ആണോ അതോ പൈക്കല്ലാന്ന് നോക്കി അറിയാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളങ്ങനെ കുമിളിയിലെത്തി. നമ്മൾ അവിടെ ഒരു വെജ് താലി കഴിച്ചു. എന്റെ ചെങ്ങായി ഒന്ന് തിന്നല്ലോ, ഓന് ഛർദ്ദി. ഇനി നമ്മൾ ഇവിടുന്ന് കൊടൈക്കനാലിക്ക് പോകണം. നമുക്ക് കൊടൈക്കനാലിക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ബസ് തേനിക്ക് പോകണം. നമ്മളങ്ങനെ തേനിയിലെത്തി. ഇവിടുന്ന് ഇനി വത്തലക്കുണ്ടിക്കുള്ള ബസ് കയറണം. നമ്മളങ്ങനെ വത്തലക്കുണ്ട് എത്തി. കൊടൈക്കനാലിക്ക് പോണ ബസ്സിന്റെ അവസ്ഥയാണിത്. അലാക്കിന്റെ ഒരു 7 മണിയൊക്കെ ആയപ്പോ നമ്മൾ കൊടൈക്കനാൽ ഇവിടെ വർക്കണ തണുപ്പിൽ ഐസ്ക്രീം എന്നാണ് ഒരു പൂതി വന്നാൽ പിന്നെ തിന്നണ്ടേ. ഒരു വീട് പോയിട്ട് ഗ്രിൽ ചിക്കൻ ചോദിച്ചാൽ ഷവായ ഓരോ മൗണ്ടൻ ഡ്യൂ കുടിച്ചിരുന്നു. 8:30 ബസ് കയറി നമ്മൾ നേരെ പൂമ്പാറ പോയി ഇറങ്ങി. അപ്പൊ നമ്മൾ കൊടൈക്കനാൽ പൂമ്പാറ പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി നമ്മളെ കൊണ്ടുവരാൻ വരുന്ന ആളുണ്ട്. മൂപ്പരെ കാത്തുകയാണ്. നമ്മളൊരാൾ ഇപ്പൊ കൊണ്ടുവരാൻ വരും. നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് അവിടുത്തെ ആള് മൂപ്പരെ കാത്തുകയാണ്. ഇവിടെ എന്താ ദീപാവലി ആയിട്ടാണോ അമ്പലമായിട്ടാണോ അറിയില്ല. മറ്റേ ലൈറ്റും കാര്യങ്ങളുണ്ട്. ഉറക്കെ പറഞ്ഞാടിയിട്ടോന്നും അറിയില്ല. നമ്മളങ്ങനെ 3 ആൾ ഒരു സ്കൂട്ടി കൊടുങ്കാട്ട് കൂടി അതാ പെരും തണുപ്പ് കൂടി കാട്ടുപോത്തിന്റെ കടയിൽ കൂടി നമ്മൾ പോയി. നമ്മളെന്നെ കേട്ടോ വൈബിന് കണ്ണുമൂക്ക് വെച്ചോ. അടിയിൽ കാണുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മളിന്ന് കടന്നുറങ്ങുന്നത്. ഇന്നലാണ് വന്ന് കടന്നുള്ളൂ ഓർമ്മ. ഇപ്പൊ നീച്ചിനുള്ളൂ. ഞാന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. യാത്ര ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. ഇപ്പൊ നമ്മള് ഇന്നലെ കടന്നത് നമ്മള് മെഡ് ഹൗസ് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിയിലാണ്. ഒരു മഡ് ഹൗസ് സെറ്റപ്പ് ആണ്. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കണം. ഒരു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. കൊടൈക്കനാൽ ഭയങ്കര തണുപ്പാട്ടോ. പിന്നെ കൊടൈക്കനാൽ പിന്നെ തണുപ്പല്ല പിന്നെ എന്ത് കിണ്ടി ഉണ്ടാവുക. പ്രോപ്പർട്ടി ഇതാണ്. നമുക്ക് എന്തായാലേ അണ്ട് പോയോക്കാം. എന്താ ഉണ്ടാവാൻ നോക്കാം. തിന്നാനേ നല്ല ബൈക്കുണ്ട്. ഇവിടെ ഒന്ന് കടയൊന്നും ഇല്ലാന്നാ പറയുന്നത്. രാവിലെ ആയ മുതൽ ഉറങ്ങാനും കൂടി അയച്ചിട്ടില്ല. ഗുണ്ട് പൊത്തണം. രാത്രിയോ? രാത്രിയൊക്കെ ഗുണ്ട് പൊട്ടേന്. ഹായ് അവിടുത്തെ ഫ്രീക്കന്മാർ വരുന്നുണ്ട്. പുള്ളിങ്കോ ടീം വരുന്നുണ്ട്. ഇന്ന് എല്ലാവരും കുളിച്ചൊരുങ്ങിയ ഒരു മെനയിലൊക്കെ വന്നിക്കണം കേട്ടോ. ഉള്ളൊരു ഹോട്ടൽ ഇതാണ്. അത് കൂട്ടിക്കൊണ്ട് ദീപാവലി ആയിട്ട് നമുക്ക് എന്തായാലും ഇനി മോൾക്കാണ് പോയേക്കാം. വണ്ടി ഉണ്ടല്ലോ അല്ലേ?
അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് പോന്നപ്പോൾ ഒരു പീടിക അങ്ങനെ തുറന്നു നടക്കുന്നുണ്ട്. ഇവിടെ എന്തല്ലേ അക്ക എന്തല്ലേ തിന്നാന് അതിനെ എന്തല്ലേ യഥാവനെ ഇല്ലേ ആ എന്നാ സാപ്പാടുണ്ട് ഇത്ര ഇവിടെ. എന്താ സാപ്പാട് എന്നാവോ? കൈ കഴുകാൻ പറ്റൂലേ? തല്ലോ സാപ്പാട് എന്താണോ ഈ സാപ്പാട് പറഞ്ഞത്? വേറെണ്ടോ? ഓക്കെടാ. അമ്പലത്തിന്റെ നടു പോയിട്ട് ഗൈസ്. അപ്പൊ അങ്ങനെ ഓര് പറഞ്ഞ സാപ്പാട് എത്തിക്കണ്. നമ്മളെ ചോറിനും കറിക്കാണ് ഇപ്പൊ സാപ്പാട് എന്ന് പറയണത്. ഇതില് എന്തൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഓംപ്ലേറ്റ് വന്നിക്കണ് ഗൈസ്. വറുത്തതുണ്ട്, വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, വെട്ടിയിട്ട മാവുണ്ട്, ചക്കാറി നീരുണ്ട്. ഇങ്ങനെ ഒരു ബോർഡുണ്ട്, നമുക്കൊന്ന് പോയോക്കാം. അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അടിക്കല്ലേന്നും കൂടി പറയാൻ വയ്ക്കൂല തമിഴില്. എന്താ നമുക്ക് നോക്കാം. സ്കൂളിൽ 2 കുട്ടികളെ കണ്ട സമാധാനമായിരുന്നു. ഇന്ന് ദീപാവലി സ്കൂൾ അവധിയാവൂലേ? അമേസിംഗ് സ്കൂൾ. ഇങ്ങനത്തെ സ്കൂള് പഠിച്ച നല്ല ഇതാണ് ഗൈസ് മന്നവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂള്. അതായത് 10ാം ക്ലാസ് ഒക്കെ പഠിക്കണതിനല്ല ഹയർ സെക്കൻഡറി അറിയാം. ഗൈസ് നമ്മൾ ചോറ് അയച്ചിട്ട് വന്നിട്ട് ഒന്ന് കറന്നു. എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം അയക്കണം. ഒരു 4-4:30 അയക്കണ്. അല്ല 4 അല്ല 5 മണി അയക്കണം. 5 മണി ആയപ്പോൾ നമ്മളിവിടെയൊക്കെ ഫുള്ള് കോട ഒന്ന് മൂടിക്കൂടെ. നമ്മൾ മുകളിൽ അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഇപ്പൊ അതിന്റെ അടിയിൽ തന്നെ തൊട്ട് താഴെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ പോകാൻ. നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നുമില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എടുക്കാച്ചിടും, പിന്നെ കാണാച്ചിട്ട് വെറുതെ നമ്മൾ ഇറങ്ങി പോവാണ്. അമ്മാര് എന്താ പറയാ കോടയും പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പും ഒക്കെ സെറ്റാണ്. നമുക്ക് ആരും ഗൈഡ് ഒന്നും ഇല്ല. നമ്മളെ പ്രോപ്പർട്ടിന്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് വഴി പറഞ്ഞു നിൽക്കണേ. നമ്മളിതാ ഇങ്ങനത്തെ വഴി കൂടെ പോണേ. ഇവിടെയൊക്കെ കാട്ടുപോത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാനിനൊക്കെ കണ്ടാണ്. കാട്ടുപോത്തിന്റെ അപ്പി വരെ കണ്ടാണ് ഇവിടെ. നമ്മൾ ഫുള്ളൊരു പൊന്ത കൂടെ പോണേ. പേടിണ്ടോ ചോദിച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ മരിക്കേണ്ടതാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ ഇവിടെയൊക്കെ കൃഷി കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്തേലും ഫുഡൊന്നും കഴിച്ചിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ നമ്മളെ ഭൂമിയിലാണ് ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഓ എന്തൊരു ഭംഗി. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആവുണ്ടോ? സ്റ്റാൻഡേർഡ് വേണ്ട പറയേ. എന്തോ അടിപൊളി മനോഹരമായ വൈകൂടെ പോകണമെന്നറിയാം. ഇതൊന്നും നിങ്ങൾ കൊടൈക്കനാൽ പോയിട്ട് റൂം എടുത്താൽ നിങ്ങൾക്ക് കിട്ടൂല. ഇതൊക്കെ നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് പോരണേ. നമ്മളിപ്പോ കറക്റ്റ് കൊടൈക്കനാലല്ല, നമ്മളിപ്പോ മന്നവന്നൂരാണ് ഉള്ളത്. മന്നവന്നൂർ കൈക്കാട്ടിയിലാണ് നമ്മളില്ലേ. ഇതൊരു വീടൊക്കെ കണ്ടവിടെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കൃഷിക്കൊക്കെ സാധനങ്ങളും വറകളൊക്കെ എടുത്തിക്കുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നിക്കോളി. കണ്ടോ അത് ഒരു ഇറക്കമൊക്കെ ഉണ്ടേ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയൂല. പിന്നെ ഇങ്ങനെ തന്നെ അല്ലേ ഓരോ വഴി തെളിയുന്ന കൃഷ്ണ. ഗൈസ് പോകുമ്പോ തന്നെ നല്ല അതിമനോഹരമായ വഴികളാണ്. അതിമനോഹരം പറഞ്ഞാൽ അത്രക്ക് അതിമനോഹരമായ വഴികളാണ്. വരൂ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വൈക്കൂടി പൊന്തക്കൂടി പോകുമ്പോൾ ഞാൻ മുമ്പിൽ പോണ്. കാരണം എന്താണ്, വീഡിയോ എടുക്കണോണ്ട്. ഇല്ലെങ്കിൽ പൊന്തേന്റെ മുമ്പ് കൂടി ആരെങ്കിലും കൂടി ഒന്നിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ ഫുൾ സേഫ് കളികളാണ്. നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു വെള്ളം, ഇത് അരുവിയാണ്, ഇതാവൂല വെള്ളച്ചാട്ടം. വള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. മുകളിൽ ആരെയും മൂത്രയിക്കണേ കജ്ജി നാറും. എത്ര അതിമനോഹരമായ നമുക്ക് കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഗൈസ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണണ്ടേ? നിങ്ങളല്ലാതെ അവിടെ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? കണ്ടോ നമുക്ക് ഇവിടെ തന്നെ കണ്ടോ പൂക്കളൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളെ മാരങ്ങത്ത് ചപ്പശ്ശേരിയൊന്നും കാണാൻ പറ്റില്ല. കൊടൈക്കനാൽ വരണം, മന്നവന്നൂർ വരണം. വരൂ. എന്തൊരു മനോഹരമാണല്ലേ ഗൈസ്. കണ്ടോ ഇതൊക്കെ കൈതച്ചക്കന്റെ മരാന്നാ തോന്നുന്നത്. ഇവിടെ പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ടില്ല. കവുങ്ങൊന്നും ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ലല്ലേ ഇവിടെ. വേറെ എന്തെങ്കിലും ആവശ്യമാവും ഒന്നും അറിയാത്ത വിളിച്ചു പറയാൻ പാടില്ലല്ലോ ഗൈസ്. അങ്ങോട്ട് നോക്കി നമ്മളെ ഹിമാലയനെ സൂചിപ്പിക്കുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഓരോ മലകളാണ്. അതിന്റെ ഒക്കെ നടുവിലാണ് നമ്മളെ സ്റ്റേ വരുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാവും. നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല, ചെറുതായിട്ട് ഒരു പേടി വരുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വാതിലൊക്കെ തുറന്ന് പോകണമെന്നാ പറഞ്ഞു. ഇതാവും വാതിൽ മിക്കവാറും. വാതിലൊക്കെ തുറന്നിട്ട് ലോക്കാല മുത്തേ ഗൈസ്. നമ്മളിപ്പോ നമ്മളെ സ്റ്റാൻഡ് ഓണറിനെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഇത് നമ്മളതല്ല ശരിക്ക്. മൂപ്പര് പറഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നോളി, നാളെ രാവിലെ പോകാറുണ്ട്, ഇത് പൂട്ടിക്കണ്. അപ്പോൾ നാളെ രാവിലെ നമ്മളിത് കാണിക്കൂട്ടോ. ഇത് കാണിച്ചിട്ട് നമ്മൾ കൊടൈക്കനാലിൽ പോവുള്ളൂ. ഓക്കെ വരൂ. സങ്കടമൊന്നുമില്ല, എന്നാലും ഇതുവരെ നടന്നതിൻ്റെ ഒരു ഇടങ്ങേറ്.